ഗർഭിണിയായാൽ കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതുമായ ചില ഭക്ഷണങ്ങളുണ്ട്. അതിൽ പൊതുവിൽ കേൾക്കുന്ന ഒരു പേരാണ് പപ്പായ. പപ്പായ കഴിച്ചാൽ അബോഷനാകും, അതിനാൽ പപ്പായ കഴിക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ടാകും. സത്യത്തിൽ ഗർഭിണികൾ പപ്പായ കഴിച്ചത് മൂലം പ്രശ്നമുണ്ടാകുമോ? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നല്ല പഴുത്ത പപ്പായ ഗർഭിണികൾക്ക് വളരെ നല്ലതാണ്. ഇതിൽ വിറ്റാമിൻ എ, ബി, സി എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്നു. അതിനാൽ തന്നെ ഇത് ഗർഭിണികൾക്ക് നല്ലതാണെന്ന് പറയാം. കൂടാതെ ഗർഭിണികൾ പ്രധാനമായി നേരിടുന്ന പ്രശ്നമാണ് മലബന്ധം. പപ്പായ കഴിക്കുന്നതിലൂടെ മലബന്ധം ഇല്ലാതാക്കാൻ സാധിക്കും. ഇനി ഏത് പപ്പായയാണ് കഴിക്കാൻ പാടില്ലാത്തത്? പഴുത്ത പപ്പായ കഴിക്കുന്നത് നല്ലതാണെങ്കിൽ പച്ച പപ്പായ കഴിക്കുന്നത് നല്ലതല്ല. നമ്മൾ കറിക്കും മറ്റും എടുക്കുന്ന പച്ച പപ്പായയിൽ തൊലി ചെത്തുമ്പോൾ കാണപ്പെടുന്ന പാപ്പയിൻ എന്ന കട്ടയിൽ കാണപ്പെടുന്ന ഈ പശ വയറ്റിലെത്തിയാൽ അത് ചിലപ്പോൾ അബോഷന് വഴിയൊരുക്കാം. അതിനാൽ പച്ച പപ്പായ കഴിക്കാതിരിക്കുകയും എന്നാൽ നല്ല പഴുത്ത പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് പപ്പായയുടെ ഗുണവും ദോഷവും എന്തൊക്കെയാണെന്ന് നോക്കാം. ഗർഭിണിയായിരിക്കുമ്പോൾ ഓരോ സ്ത്രീയും കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന ആഹാരങ്ങൾ കുട്ടിയുടെ വളർച്ചയെയും ബാധിക്കുന്നുണ്ട്. ഗർഭിണികൾ നല്ല പഴുത്ത പപ്പായ കഴിക്കാനെടുത്താൽ അതിൽ ധാരാളം വിറ്റാമിൻ എ, ബി, സി, അതുപോലെ പൊട്ടാസ്യം, ബീറ്റ കരോട്ടിൻ എന്നിവയെല്ലാം അടങ്ങിയിരിക്കും. ഇത് ഗർഭിണിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല അവരുടെ കുഞ്ഞിന്റെ ഞരമ്പുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പെട്ടെന്ന് അസുഖങ്ങൾ പിടിവിട്ടാൽ അത് അമ്മയെയും കുഞ്ഞിനെയും ദോഷം ചെയ്യും. എന്നാൽ പപ്പായ കഴിക്കുന്നതിലൂടെ ഇതിലെ വൈറ്റമിൻസ് ശരീരത്തിൽ എത്തുമ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും പലതരം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. കൃത്യമായ രീതിയിൽ ദഹനം നടക്കുന്നതിനും പപ്പായ കഴിക്കുന്നത് സഹായിക്കുന്നു. നല്ല രീതിയിൽ ദഹനം നടക്കുന്നതിനാൽ തന്നെ മലബന്ധം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. രാവിലെ തന്നെ ഉണ്ടാക്കുന്ന ക്ഷീണവും തളർച്ചയും മാറ്റിയെടുക്കാൻ പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുന്നതിന് പപ്പായ മികച്ചതാണ്. കൃത്യമായ അളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പപ്പായ കഴിച്ചാൽ ഇത് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി പപ്പായ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. നല്ല പോലെ പഴുത്ത പപ്പായയാണ് കഴിക്കാൻ എടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. പഴുപ്പ് കുറഞ്ഞ പപ്പായ കഴിക്കുന്നത് അബോഷനിലേക്ക് നയിക്കും. തൊലിയെല്ലാം നല്ല മഞ്ഞ നിറത്തിലെത്തിയതും ഉള്ളിൽ നല്ല ഓറഞ്ച് നിറമുള്ളതുമായ പപ്പായ കഴിക്കാൻ തിരഞ്ഞെടുക്കണം. പപ്പായ കഴിക്കാൻ എടുക്കുമ്പോൾ അതിന്റെ കുരുവും ഇലയും പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇവ അകത്ത് ചെല്ലുന്നത് നല്ലതല്ല. അതുപോലെ കേടായി തുടങ്ങിയ പപ്പായ പരമാവധി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പപ്പായ കഴിക്കുന്നതിനും ഒരു കണക്കുണ്ട്. അതിനാൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം തേടിയതിനു ശേഷം മാത്രം ഒരു നിശ്ചിത അളവിൽ ദിവസവും പപ്പായ കഴിക്കാവുന്നതാണ്. അമിതമായി കഴിക്കുന്നത് നല്ലതല്ല. പപ്പായ കഴിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ദഹന പ്രശ്നങ്ങളോ ബ്ലീഡിങ്ങോ ഉണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.